അരവിന്ദ് വന്നിട്ടുണ്ടെന്ന്. ഇനിയിപ്പോ കാര്യങ്ങളൊക്കെ വേഗത്തിലാക്കാം അല്ലേ മേനനെ? അതിനല്ലേ കുഞ്ഞിനേട്ടാ നമ്മൾ കാത്തിരുന്നത്. ഒരു വിവാഹ നിശ്ചയത്തിന്റെ ആവശ്യമുണ്ടോ? വിവാഹം ഉടനെ നടത്താൻ തീരുമാനിച്ച നിലയ്ക്ക് അത് വേണോ കുഞ്ഞുണ്ണേട്ടാ? പിന്നെ എനിക്ക് വിരോധമൊന്നുമില്ല. എന്നാ പിന്നെ 2 ദിവസത്തിനുള്ളിൽ നമുക്കൊരു തീയതി കുറിക്കാം. ഞാൻ വിളിക്കാം കുഞ്ഞുണ്ണേട്ടാ. 2 ദിവസം ഈ തിരക്കൊന്ന് കഴിഞ്ഞോട്ടെ. അവളുടെ മനസ്സിലിപ്പോഴാ സോളമ തന്നെ മുകുന്ദേട്ട. കാര്യങ്ങൾ ഇതുവരെ കൊണ്ടെത്തിച്ചു. ഇനി എന്ത് ധൈര്യത്തിൽ നമ്മൾ വിവാഹ തീയതി കുറിക്കും? അവൾ അവന്റെ കൂടെ ഇറങ്ങിപ്പോവില്ലെന്ന് എന്താ ഉറപ്പ്? എപ്പോഴായാലും രണ്ടിലൊന്നും നടക്കും സുഗന്ധി. അത് നിശ്ചയിച്ചിട്ടല്ലേ 20 വർഷത്തെ ഡൽഹി ജീവിതം ഉപേക്ഷിച്ച് അവളെയും കൊണ്ട് നമ്മൾ ഇങ്ങോട്ട് വന്നത്. ഒന്നുകിൽ അവൾ നമ്മളെ അനുസരിക്കും, അല്ലെങ്കിൽ സ്വന്തം വഴി അവൾ തെരഞ്ഞെടുക്കും. എന്ത് ഫേസ് ചെയ്യാനുള്ള ധൈര്യം സംഭരിച്ചിട്ടാണ് ഞാനിങ്ങോട്ട് വന്നത്. നീ അവളെ ഇങ്ങോട്ട് വിളിക്കേ. സദാ നേരം നീ ഇതിന്റെ മുമ്പിൽ തന്നെ അങ്ങ് ഇരുന്നോ? 1 മാസമായി ഈ പട്ടിക്കാട്ടി കൊണ്ടുവന്ന് തടവിൽ വെച്ചിരിക്കല്ലേ. പുറം ലോകത്തെ പറ്റി എന്തെങ്കിലും വിവരം അറിയണ്ടേ? നിന്നെ പപ്പ വിളിക്കുന്നു. അരവിന്ദ് നാട്ടിലെത്തിയിട്ടുണ്ടെന്ന്. പല തവണ ഞാൻ നിങ്ങളോട് പറഞ്ഞതാ എനിക്ക് ആ വിവാഹത്തിന് താല്പര്യമില്ലെന്ന്. നീ ഇപ്പൊ ഇറങ്ങി വരുന്നുണ്ടോ? ഈ വിഷയം സംസാരിക്കാനാണെങ്കിൽ ഞാനില്ല. എന്റെ ലീവ് തീർന്നു കഴിഞ്ഞു. എനിക്ക് മടങ്ങി പോണം. നീ ഇനി ഒരിടത്തും പോവില്ല. എല്ലാം അവസാനിപ്പിച്ചിട്ടാ ഞങ്ങൾ വന്നത്. ഇനി ജീവിക്കുന്നെങ്കിലും മരിക്കുന്നെങ്കിലും ഇവിടെ തന്നെ. പ്രായപൂർത്തിയായ ഒരു പെണ്ണാ ഞാൻ. എനിക്ക് ഡൽഹിയിൽ ഒരു ജോലിയുണ്ട്. എന്റെ ജീവിതം എങ്ങനെ വേണമെന്ന് ചിന്തിക്കാനുള്ള അവകാശം എനിക്ക് മാത്രം. ഞാൻ സന്തോഷത്തോടെ ജീവിക്കുന്നത് കാണാനാണ് പപ്പയും മമ്മിയും ആഗ്രഹിക്കുന്നതെങ്കിൽ എന്റെയും സോളമന്റെയും വിവാഹം നടത്തി തരിക വേണ്ടത്. അല്ലാതെ തമ്മി വേർപിരിക്കാൻ നോക്കുകയല്ല. ഇല്ലടി, ഞങ്ങളുടെ സമ്മതത്തോടെ നിന്റെ മോഹം നടക്കില്ല. അങ്ങനെയെങ്കിൽ എനിക്കും മറ്റൊന്ന് ചിന്തിക്കേണ്ടി വരും. സോളമന്റെ ഒപ്പം ഞാൻ പോയെന്നിരിക്കും. സോളമൻ എന്ത് യോഗ്യതയുടെ അവനുള്ളത്? ഡൽഹിയിൽ ഏതോ ചേരിയിൽ ജീവിക്കുന്നവൻ, ഹോട്ടലുകളിൽ ക്യാബറയ്ക്ക് വേണ്ടി പാടി നടക്കുന്നവൻ. അവനാണോ നിന്റെ കഴുത്തിൽ താലി ചാർത്താൻ പോകുന്നത്? സോളമൻ അനാഥനും ദരിദ്രനുമായത് അവന്റെ കുറ്റം കൊണ്ടല്ല. നമ്മുടെ മോള് പ്രായപൂർത്തിയായവളാ. തീരുമാനമെടുക്കാനുള്ള കെൽപ്പും പ്രാപ്തിയും അവൾക്കുണ്ടായി കഴിഞ്ഞു. ശരി, നിനക്ക് നിന്റെ തീരുമാനങ്ങളുമായി മുന്നോട്ട് പോകാം. എന്റെ തീരുമാനവുമായി ഞാനും മുന്നോട്ട് പോകും. ഞാൻ നിന്റെ പപ്പയും ഇവള് നിന്റെ മമ്മിയുമാണെങ്കിൽ നിനക്ക് ഞങ്ങളെ ധിക്കരിച്ചു പോകാനാവില്ല. നീ അതിന് പുല്ലുവിലയാണ് കൽപ്പിക്കുന്നതെങ്കിൽ നിനക്ക് ഡൽഹിക്ക് തന്നെ തിരിച്ചു പോകാം. അതിനു മുമ്പ് ഞാൻ പറഞ്ഞ ബന്ധത്തിന്റെ വ്യാപ്തി കൂടി നീ മനസ്സിലാക്കണം. ഇതൊന്ന് വായിച്ചു നോക്ക്. ആ ഫയലിലുള്ളത് ഏതാനും മുദ്രപത്രങ്ങളാണ്. അതിന്റെ ഉള്ളടക്കം കൂടി പറയാം. എന്റെയും സുഗന്ധിയുടെയും മുഴുവൻ സ്വത്തുക്കളും അദ്വൈത ആശ്രമത്തിന് സമർപ്പിച്ചുകൊണ്ടുള്ള ഡോക്യുമെന്റ്സ് ആണ്. ശേഷിച്ച കാലം ഞങ്ങൾ ആശ്രമത്തിൽ കഴിച്ചുകൂട്ടും. എന്നെ അനുസരിക്കാൻ നീ തയ്യാറാണെങ്കിൽ ആ ഡോക്യുമെന്റ്സ് നിനക്ക് കീറിക്കളയാം. ഞങ്ങളുടെ കോടിക്കണക്കിനുള്ള സ്വത്തിന് അവകാശിയാകണോ അതോ ചേരിയിൽ ജീവിക്കുന്നവന്റെ ഭാര്യയാകണോ എന്ന് തീരുമാനിക്കാൻ ഞാൻ നിനക്ക് തരുന്ന സമയം 2 ദിവസം. അതിനുശേഷമേ അരവിന്ദുമായിട്ടുള്ള നിന്റെ വിവാഹത്തിന്റെ തീയതി നിശ്ചയിക്കൂ. ചിന്തിക്കേ, നന്നായി ചിന്തിക്കേ.
സോളമൻ, ഞാനിപ്പോ മൈഥിലിയുടെ അടുത്ത് തന്നെ ഉണ്ട്. എവിടെ? മൈഥിലി താമസിക്കുന്ന സിറ്റിയിൽ. താനില്ലാതെ ഡൽഹിയിൽ ജീവിക്കാനുള്ള മാനസികാവസ്ഥയിലല്ല ഞാൻ. അതുകൊണ്ട് ഞാൻ ഇങ്ങി പോന്നു. നമുക്ക് നാളെ കാണാം സോളമൻ. ഗുഡ് നൈറ്റ്. മൈഥിലി എന്റെ കൂടെ വരുമെന്നുള്ള പ്രതീക്ഷയെ തന്നെയാ ഞാൻ വന്നത്. എന്റെ അവസ്ഥ ഞാൻ പറഞ്ഞില്ലേ സോളമൻ? ആത്മഹത്യാക്കുറിപ്പ് എഴുതി വെച്ചിരിക്കുക എന്റെ പപ്പയും മമ്മിയും. ഇത്ര എളുപ്പത്തിലെല്ലാം അവസാനിപ്പിക്കാൻ മൈഥിലിക്ക് എങ്ങനെ കഴിയുന്നു? ഒരു വാക്കുകൊണ്ടെല്ലാം തീർത്ത് പരസ്പരം പിരിയാൻ നമുക്ക് കഴിയോ? സോളമൻ പറ, എനിക്ക് എന്ത് ചെയ്യാൻ കഴിയും? ജീവിതത്തിൽ പലപ്പോഴും വിഡ്ഢിയാക്കപ്പെട്ടവനാ ഞാൻ. ജന്മം തന്നത് ആരെന്നറിയില്ല. എല്ലാവരും അകറ്റി നിർത്തി. മൈഥിലിയിൽ നിന്ന് അല്പ സ്നേഹം കിട്ടിയപ്പോ അനാഥനല്ലെന്നൊരു തോന്നലുണ്ടായി. പിരിയാം. നമുക്ക് രണ്ടു വഴി. മൈഥിലി പറഞ്ഞില്ലേ ആത്മാവ് കൊണ്ട് മരിച്ചുപോയെന്ന്? അതെ സോളമൻ. എങ്കിൽ അതിനു മുമ്പ് നമുക്കൊന്ന് ജീവിച്ചൂടെ? പൂവിന്റെ ആയുസ് ഒരു ദിവസമല്ലേ? ശലഭത്തിന്റെ ആയുസും ക്ഷണികമാ. നമ്മുടെ പ്രണയ സാക്ഷാത്കാരത്തിന് അവശേഷിക്കുന്നത് ഇനി ഈ ഒരു പകലിന്റെ ആയുസ് മാത്രമാ. സോളമൻ എന്താ അർത്ഥമാക്കുന്നത്? മൈഥിലിക്ക് ഇനി അത് മനസ്സിലായില്ലേ? ഈ ഒരു പകൽ നമ്മൾ ഒന്നിച്ച് ജീവിച്ച് പിരിയുന്നു. അതോടെ നമ്മൾ ആത്മാവ് കൊണ്ട് മരിക്കുന്നു. ജഡമായ ശരീരവുമായി ഞാൻ മടങ്ങിക്കൊള്ളാം. പപ്പയ്ക്ക് വേണ്ടി മൈഥിലിക്കും മനസ്സ് മരവിച്ച് ജീവിതം തുടങ്ങാം. പിന്നീട് ജീവിതത്തിൽ ഒരിക്കലും നമ്മൾ തമ്മിൽ കാണില്ല. നമ്മുടെ പ്രണയത്തിന് എന്തെങ്കിലും വില മൈഥിലി കൽപ്പിച്ചിരുന്നെങ്കിൽ വരൂ. നേരം വൈകി, ഞാൻ ഇറങ്ങട്ടെ. ആ, പൊയ്ക്കോളൂ. ഒരു പെൺകുട്ടിയെ കണ്ടെത്തി സോളമൻ വിവാഹം ചെയ്യണം. ശ്രമിക്കാം.
ഇനിയൊരു ജന്മം ഉണ്ടെങ്കിൽ ഒരുമിച്ച് ജീവിക്കാൻ നമുക്ക് ഭാഗ്യമുണ്ടാവട്ടെ. ഇതാ, ഗുഡ് ബൈ. DJ, that's why I spinning the last song. Act the boom and hit the floor to the DJ. അവള് കരുതി സോളമൻ ഒരു വിഡ്ഢിയാണെന്ന്. ഈ ക്യാമറ മതി സോളമനും.